ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു കുക്ക് വിത്ത് ജ്വൽ. ഇന്ന് നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തൊലി കറുത്തിരിക്കുന്നതേ ഉള്ളൂ, നല്ല പഴമാണ്. അപ്പോൾ ഇതിൽ 5 വെച്ചാണ് കേട്ടോ ഞാൻ അപ്പച്ചെമ്പിലേക്ക് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 5 വേണ്ടി വരില്ല, കാരണം 5 വെച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ ആവും. അത്രയൊന്നും ഇവിടെ ആരും കഴിക്കൂല, ആകെ ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ 3 വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. എണ്ണയോ ഓയിലോ ഒന്നും ചേരാത്ത അടിപൊളി പലഹാരമാണ് കേട്ടോ. നോമ്പുതുറ വിഭവമായിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു ഓയിലും ഇതിനകത്ത് ചേരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഏത്തപ്പഴം പുഴുങ്ങിയതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഞാനിവിടെ കറക്റ്റ് 1 കപ്പ് പഞ്ചസാരയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 3-4 കാർഡമം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കയാകുമ്പോൾ നല്ല മണമൊക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ നല്ലതുപോലെ ഇത് പൊടിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് നമുക്ക് ഈ ബൗളിലേക്ക് ഈ പഞ്ചസാര പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സെയിം മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് നേന്ത്രപ്പഴം കൂടെ നല്ലതുപോലെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നമുക്ക് നല്ല മിക്സായി നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം ചേർക്കണ്ട. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പൊടി നമുക്ക് കൂടുതൽ ഇടേണ്ട വരും കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പഞ്ചസാര പൊടിയിലേക്ക് നമ്മുടെ ഏത്തപ്പഴം അരച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിനകത്ത് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയില്ലേ, ആ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ് ഇതിനകത്ത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ്. അരിപ്പൊടി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ലൂസായിട്ടൊക്കെ മാവ് തോന്നുവാണെങ്കിൽ മാത്രം അതിനകത്തേക്ക് കുറച്ചും കൂടെ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അധികം വെള്ളമൊന്നും ചേർക്കാതെ അരിച്ചെടുത്തത് കൊണ്ട് ഇത് മതി. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കാം, മധുരം എല്ലാം ഒന്ന് കറക്റ്റ് ആവാനായിട്ടാണ്. പിന്നെ വേണ്ടത് ഇതുപോലെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങ ചിരണ്ടിയത് ഈ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുമ്പോൾ അതിലും തേങ്ങ ചിരണ്ടിയതിലും തേങ്ങയ്ക്ക് നല്ല വെള്ളമുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണേ ചേർത്ത് കൊടുക്കാനായിട്ട്. ഒത്തിരി അങ്ങ് കുഴമ്പം പാകത്തിനായി പോകണ്ട, കാരണം ഇത് നമുക്ക് ഉരുളയായിട്ട് ഉരുട്ടാനുള്ളതാണല്ലോ. ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒരു ഉരുളയാക്കാനുള്ള ആ ഒരു പാകത്തിന് നമുക്ക് നല്ലതുപോലെ ഇത് എല്ലാം മിക്സാക്കി എടുക്കാം. പിന്നെ മധുരമൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചേർക്കാട്ടോ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കറക്റ്റ് മധുരമാണ് ഇതിന്. എല്ലാം ഏകദേശം 1 കപ്പോളാണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അളവ് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ നേന്ത്രപ്പഴമൊക്കെ എടുക്കുവാണെങ്കിൽ ആ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ അത് നല്ലതുപോലെ കുഴച്ച് ഞാൻ ഒന്ന് കുഴഞ്ഞോന്ന് അറിയാൻ വേണ്ടി ഓരോ ഉരുളയാക്കി നോക്കിയതാണ്. അപ്പോൾ അത് കറക്റ്റ് നല്ല ഉരുളയുടെ പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഉരുളയെല്ലാം നമുക്ക് ഇതുപോലെ ഞാൻ ചെറിയ ഉരുളയായിട്ടാണ് കേട്ടോ ഉരുട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ഉരുളയോ വലിയ ഉരുളയോ ആക്കാം. പക്ഷെ നമ്മുടെ അപ്പച്ചെമ്പിൽ ഇത് നന്നായിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളയാക്കിയാണെങ്കിൽ പെട്ടെന്ന് ഈവനിങ് സ്നാക്സ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കലാണല്ലോ. അപ്പോൾ ഇതുപോലെ ചെറിയ ഉരുളയാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പച്ചെമ്പിൽ ഒരു വാഴയിലൊക്കെ വെച്ച് വാട്ടി അതിനകത്തേക്കാണ് ഇത് വെച്ചിരിക്കുന്നത്. കാണാനൊരു കളർഫുൾ മാത്രമല്ല, നല്ലതാണല്ലോ, നല്ല സ്മെല്ലും ആണല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റോളം നല്ലതുപോലെ പുഴുങ്ങി ആവി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള സ്നാക്സ് പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടമാവും. നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് നട്ട്സോ കിസ്മിസോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതിട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ലഡുവിനൊക്കെ വെക്കുന്ന പോലെ കിസ്മിസോ നട്ട്സോ ഒക്കെ വയ്ക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റോളം വേവിച്ചാലാണ് കേട്ടോ നല്ലപോലെ അതിനകത്തേക്ക് വെന്ത് കിട്ടുള്ളൂ. എന്തായാലും മക്കൾക്ക് കൊടുത്തു നോക്കട്ടെ, അവർക്ക് ഇഷ്ടമായെങ്കിൽ പിന്നെ സന്തോഷമായല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോമ്പുതുറ വിഭവമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചക്കരയ്ക്ക് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്.